അവന്റെ ഭാര്യ മമത, മകനായ ഗോലു, പിന്നെ വയസ്സായ അമ്മയുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. രാവിലെ തന്നെ മമത ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. മോഹൻ തന്റെ സൈക്കിൾ വൃത്തിയാക്കുകയായിരുന്നു. ഈ സൈക്കിൾ എനിക്കൊരു നല്ല സഹായിയാണ്. അപ്പോഴാണ് മമത തന്റെ മകൻ ഗോലുവിനോട് പറയുന്നത്, ഗോലുമോനെ, അച്ഛനോട് കഴിക്കാൻ വരാൻ പറ. ഗോലു പുറത്തേക്ക് ഓടിപ്പോയി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഭക്ഷണം തയ്യാറായെന്ന് അമ്മ പറഞ്ഞു. വാ കഴിക്കാം. അച്ഛന്റെ സൈക്കിള് നല്ല കഴുകി വൃത്തിയാക്കിയല്ലോ. അച്ഛൻ പോയി ഭക്ഷണം കഴിക്കേ, ഞാനത് തുണി വെച്ച് തുടച്ചു വെച്ചേക്കാം. അത് കൊള്ളാലോ മോനെ, ഞാൻ എന്നാ പോയി കഴിച്ചിട്ട് വരാം. അങ്ങനെ മോഹൻ അകത്തു പോയി ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മോഹൻ അവന്റെ സൈക്കിളും എടുത്ത് കടയിലോട്ട് പോയി. കുറച്ചു സമയത്തിനുള്ളിൽ അവൻ കടയിലെത്തി. കുറച്ചു കഴിഞ്ഞപ്പോ കടയുടെ മുതലാളി കാറിൽ വന്നിറങ്ങി. എന്താണ് മോഹൻ, ഇന്ന് നീ നേരത്തെ എത്തിയോ? അതും സൈക്കിളില്? കുറച്ചു കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവരും അവിടെ എത്തി. അതുപോലെ കസ്റ്റമേഴ്സും വരാൻ തുടങ്ങി. എന്നത്തെയും പോലെ മോഹൻ ജോലി ചെയ്തു. അവന് ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. ഇതുപോലെ മോഹന്റെ ജീവിതം നല്ല രീതിയിൽ പോവുകയായിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് മകന് പനിയാണെന്ന്. എന്താണ് മമത, എന്തു പറ്റി ഗോലുവിന്? അതെ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. കണ്ടില്ലേ, മോന് നല്ല പനിയുണ്ട്. അങ്ങനെ മോഹൻ തന്റെ സൈക്കിളിന്റെ ഫ്രണ്ടിൽ ഒരു തുണി വെച്ചുകൊടുത്ത് മകനെ അതിന്റെ മുകളിലിരുത്തി. സൈക്കിൾ ഓടിച്ച് ഡോക്ടറെ കാണാൻ ക്ലിനിക്കിൽ പോയി. അതെ ഡോക്ടർ, കണ്ടില്ലേ, എന്റെ മകന് വല്ലാതെ പനിയാണ്. മോഹൻ പേടിക്കണ്ട, ഈ മാസം അങ്ങനെയാണ്. അത് പിന്നെ ഇവന് വൈറൽ ഫീവറാണ്. അടുപ്പിച്ച് 3 ദിവസം ഇവന് മരുന്ന് കൊടുക്കണം. അവൻ ഓക്കെ ആയിക്കോളും. പെട്ടെന്ന് ഗോലുവിനെ വീട്ടിൽ കൊണ്ടുപോകും. മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് ഭക്ഷണം കൊടുക്കണം. 300 രൂപയായി. അയ്യോ ഡോക്ടർ, ഞാൻ പെട്ടെന്ന് വന്നതുകൊണ്ട് പൈസ എടുക്കാൻ മറന്നുപോയി. നാളെ ഞാൻ കടയിൽ പോകുന്ന വഴി തന്നാൽ മതിയോ? ഓ, അതൊന്നും വേണ്ട. ഞാൻ കുറച്ച് ദിവസമായി മട്ടർ പനീർ കഴിച്ചിട്ട്. നാളെ ഞാൻ കടയിൽ വരാം. ഈ പൈസക്ക് പകരം അതിനുള്ള മട്ടർ പനീർ തന്നാൽ മതി. ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് വരാം. അതിനെന്താ ഡോക്ടർ, അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. മോഹൻ മകനെയും കൊണ്ട് വീട്ടിലെത്തി. എന്നിട്ട് മരുന്ന് കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോ അവന്റെ പനി മാറി. 2 ദിവസം കഴിഞ്ഞപ്പോ ഗോലു നല്ല ആരോഗ്യവാനായി. ഒരു ദിവസം മോഹൻ തിരിച്ച് വീട്ടിലെത്തിയത് ഒറ്റയ്ക്കല്ല, മുതലാളി കൂടെയുണ്ടായിരുന്നു. മോഹന്റെ കാലിലും കയ്യിലും പരിക്കുണ്ടായിരുന്നു. അമ്മയും ഭാര്യയും മകനും ഇത് കണ്ട് ഞെട്ടിപ്പോയി. ചേട്ടാ, എന്താ പറ്റിയത്? ഇദ്ദേഹത്തിന് എന്തു പറ്റി? അത് പിന്നെ എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് മോഹൻ പെട്ടെന്ന് ഗ്യാസ് സിലിണ്ടർ പൊട്ടി. ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി. മോഹനും പരിക്കുണ്ട്. തൽക്കാലം മരുന്ന് വെച്ചിട്ടുണ്ട്. നാളെ നല്ല ഡോക്ടറെ കാണിക്കണം. ഇദ്ദേഹത്തിന്റെ സൈക്കിൾ എൻ്റെ കടയിലാണ്, നാളെ എത്തിച്ചേക്കാം. ഇത്രയും പറഞ്ഞ് മുതലാളി അവിടുന്ന് പോയി. മമത മോഹനെ കട്ടിലിൽ കിടത്തി. അവന്റെ അമ്മ കരയുകയായിരുന്നു. എന്റെ ദൈവമേ, എന്റെ മകൻ എന്തു പറ്റി? ഇത്രയും പെട്ടെന്ന് ഇതെന്താ ദൈവമേ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ? അമ്മ, മോനെ, നിങ്ങളിങ്ങനെ കരയാതെ. അദ്ദേഹം ഇത്തിരി വിശ്രമിക്കട്ടെ. ഇല്ല മമത, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ആകെ ഉള്ളൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടിൽ വരുമാനം ഉണ്ടാക്കുന്നത് ഞാൻ മാത്രമല്ലേ. ഇനി എന്താവുമെന്ന് ഒരു പിടിയില്ല. അതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. മമതയും മോനും കൂടെ അതേ ക്ലിനിക്കിൽ പോയി ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വന്നു. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. എല്ലാ ദിവസവും മുറിവ് ഡ്രസ്സ് ചെയ്യണം. ഇനി 3-4 മാസം മരുന്നുകളുണ്ട്, ഇഞ്ചക്ഷനും ഉണ്ട്. എന്നാലേ ഇദ്ദേഹം ശരിയാകൂ. ഡോക്ടർ, 3-4 മാസം എന്റെ മോനിന് ജോലി ചെയ്യാൻ പറ്റത്തില്ലേ? അമ്മ ജോലി ചെയ്യുന്ന വിടൂ. ഇനി 2-3 മാസത്തേക്ക് ബെഡ് റെസ്റ്റ് തന്നെയായിരിക്കും. വിഷമിക്കണ്ട, ഞാൻ ഇദ്ദേഹത്തെ ശരിയാക്കി തരാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് എൻ്റെ കമ്പൗണ്ടർ എടുത്ത് മരുന്ന് കൊടുത്ത് വിടാം. അവൻ തന്നെ എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്യാൻ വന്നോളും. ശരി ഡോക്ടർ. ഡോക്ടർ അവിടെ നിന്ന് പോയി. കുറച്ചു കഴിഞ്ഞപ്പോ മുതലാളിയുടെ അവിടെ നിന്ന് ഒരാള് വന്ന് സൈക്കിള് കൊടുത്തു. പയ്യെ പയ്യെ അവന്റെ ചികിത്സകൾ തുടങ്ങി. കൂട്ടിവച്ചിരുന്ന പൈസയെല്ലാം ചികിത്സയ്ക്ക് ചെലവായി. അങ്ങനെ ഒരു ദിവസം, അമ്മ കഴിഞ്ഞ 1 മാസമായിട്ട് ചികിത്സിച്ചോണ്ടിരിക്കുക, പൈസയും തീർന്നുപോയി. ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്റെ സ്വർണം വിൽക്കാം, അപ്പൊ കുഴപ്പമില്ലല്ലോ. നിന്നെ പോലത്തെ മരുമോളെ എല്ലാവർക്കും കിട്ടില്ല മോളെ. മമത തന്റെ ആഭരണങ്ങൾ വിറ്റ് ചികിത്സ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ആ പൈസയും തീരാറായി. സ്വർണം വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം, അമ്മ, ചേട്ടാ, ഇനി നമ്മുടെ ഒന്നും വിൽക്കാൻ തന്നെ ഇല്ലല്ലോ. ഇദ്ദേഹത്തിന്റെ ചികിത്സ ഇനി 2 മാസം കൂടി ഇല്ലേ? ഞാൻ എന്തെങ്കിലും ജോലി നോക്കിയേ പറ്റൂ. അതേ മമത, നീ എന്ത് ജോലി ചെയ്യാനാണ്? നിങ്ങൾ ചെയ്തിരുന്ന ജോലി അതിനി ഞാൻ ചെയ്യാൻ പോവുകയാ. അല്ലേലുമേ
നിങ്ങളെക്കാളും നല്ല ഭക്ഷണം ഞാൻ ഉണ്ടാക്കും. മമത മോഹൻ ജോലി ചെയ്തിരുന്ന കടയിൽ പോയി മുതലാളിയോട് ജോലി ചെയ്യുന്ന കാര്യം പറയും. അതെ മമത, ഇത് നഗരമല്ല, ഗ്രാമമാണ്. ഗ്രാമത്തിലെ പെണ്ണുങ്ങൾ വീടിനകത്തിരിക്കുന്നതാണ് ഐശ്വര്യം. ഒന്നും തോന്നരുത്. പിന്നെ നിങ്ങളെ എനിക്ക് ജോലിക്കെടുക്കാൻ പറ്റത്തില്ല. മമത അദ്ദേഹത്തിന്റെ മുമ്പിൽ കെഞ്ചി പറഞ്ഞിട്ടും അദ്ദേഹം കേട്ടില്ല. തിരിച്ചു നടക്കുന്ന സമയത്ത് അവൾ ആലോചിച്ചു, ഇപ്പോഴത്തെ കാലത്തും സ്ത്രീ പുരുഷ വ്യത്യാസമൊക്കെ ആൾക്കാർ ആലോചിക്കുവോ? എന്തേലും ആവട്ടെ, എന്തേലും ജോലി നോക്കിയേ പറ്റൂ. വീട്ടിൽ വന്നപ്പോൾ മോഹന്റെ സൈക്കിൾ നോക്കി അവൾ അങ്ങനെ നിന്നു. അപ്പോഴവളുടെ മനസ്സിൽ ഒരു ഐഡിയ ഉദിച്ചു. എന്റെ ഭർത്താവ് ചെയ്തിരുന്ന ജോലി തന്നെ ഞാനും ചെയ്യും. ആരുടെ കീഴിലല്ല, സ്വന്തമായി തന്നെ ചെയ്യും. ഞാൻ എന്റെ തട്ടുകട ഈ സൈക്കിളിൽ തുടങ്ങും. ഈ കാര്യം അവൾ വീട്ടുകാരോട് പറഞ്ഞു. അടുത്ത ദിവസം തൊട്ടവൾ സൈക്കിളിൽ ചായ, കോഫി, ബ്രെഡ്, ബണ്ണ് അങ്ങനെ എല്ലാം വെച്ചു. എന്നിട്ട് നടന്നത് വിൽക്കാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം സ്കൂളും ഫാക്ടറിയുടെ മുമ്പിൽ നിന്നു. ജോലിക്കാർ അവളുടെ അടുത്തേക്ക് വന്നു. എല്ലാവർക്കും അവളുടെ ഭക്ഷണം ഇഷ്ടപ്പെട്ടു. ഒരു ജോലിക്കാരൻ പറഞ്ഞു, ചാച്ചിയെ, ഈ ഭക്ഷണം വീട്ടിലുണ്ടാക്കിയത് പോലെ തന്നെയുണ്ട്. ഞങ്ങളിവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങൾക്കുള്ള ആഹാരം സ്വന്തമായിട്ട് ഉണ്ടാക്കണേ. ഞങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രി ഈ ഭക്ഷണം ഇവിടെ കൊണ്ട് തരാൻ പറ്റുമോ? ഞങ്ങളെല്ലാവരും കൂട്ടി ഒരു 50 പേര്. അതിനെന്താ, നിങ്ങൾ എവിടെയാന്ന് പറയൂ, ഞാൻ എന്നും 50 പേർക്കുള്ള ഭക്ഷണം കൊണ്ടുതരാം. അങ്ങനെ ആദ്യ ദിവസം തന്നെ അവളുടെ കച്ചവടം നന്നായിട്ട് പോയി. ദിവസവും 50 പേർക്കുള്ള ഭക്ഷണം അവൾക്ക് കൊടുക്കേണ്ട ഓർഡർ കിട്ടി. രാവിലെ സൈക്കിളും എടുത്ത് അവൾ പോകുമ്പോഴും തിരിച്ചവൾ വീട്ടിൽ വരുമ്പോഴും ഓരോ സ്ത്രീകളും അവളെ കളിയാക്കുമായിരുന്നു. അല്ലേ, ഇത് നോക്കിക്കേ, നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ വീട്ടിലാണ് ഇരിക്കുന്നത്, അല്ലാതെ ഇങ്ങനെ വഴിയോരത്ത് ഭക്ഷണം വിൽക്കുകയല്ല. മമത ഇതൊന്നും കാര്യമാക്കി എടുത്തില്ല. അവൾ മിണ്ടാതെ അവളുടെ ജോലി ചെയ്യുകയായിരുന്നു. ഗ്രാമത്തിലെല്ലാവരും അവളെ അറിയപ്പെടാൻ തുടങ്ങി, സൈക്കിളിൽ ഭക്ഷണം വിൽക്കുന്ന സ്ത്രീയായിട്ട്. ഈ കാര്യം കളക്ടർ അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൾക്കൊരു അവാർഡും കിട്ടി. മോഹൻ ജോലി ചെയ്തിരുന്ന കടയിലെ മുതലാളിയും ഉണ്ടായിരുന്നു. കളിയാക്കിയവരുടെ മുഖമെല്ലാം ഒരുമാതിരിയായി. കടയിലെ മുതലാളി ഒന്ന് ആലോചിച്ചു. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ കട നടത്തുന്നതാ. എനിക്കിതുവരെ ഒരു അവാർഡും കിട്ടിയിട്ടില്ല. എൻ്റെയും മമതയുടെയും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആർക്കും ഇൻസ്പിറേഷനായി മാറിയിട്ടില്ല. വെൽ ഡൺ മമത. പറ്റിയാൽ എന്നോട് ക്ഷമിക്കണം. മമത ഗ്രാമത്തിൽ ഫേമസ് ആയി. മോഹന്റെ അസുഖമൊക്കെ മാറി പഴയതുപോലെ ആരോഗ്യത്തോടെ തിരിച്ചു വന്നതിന് ശേഷം അവർ രണ്ടുപേരും കൂടെ ചേർന്ന് പുതിയൊരു കടയിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.